പേളിമാണി ഇത്രക്കും അധപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഉള്ളത് പറയാലോ, ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് പേളിമാണിയോടുള്ള സകല റെസ്പെക്റ്റും പോയി കിട്ടി. അറിയാമല്ലോ, ഞാനല്ല, ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അങ്ങ് ഡൽഹിയിൽ NIT എക്സാം റീകണ്ടക്ട് ചെയ്തത് കാരണം കുറച്ച് കുട്ടികൾ ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സമരം ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവനുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ സമരം ചെയ്യുന്നവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഭിക്ഷക്കാരനല്ല സർ, നാളെ നിങ്ങൾ കാരണം ഭിക്ഷക്കാരനായേക്കാവുന്ന സരോജ് കുമാറാണ്. പോകാൻ പറ്റുന്നവരൊക്കെ അവിടെ പോയി സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേളിമാണിയുടെ അക്കൗണ്ടിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ വേദനാജനകമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് നിർത്തി ചിന്തിക്കാനും ആത്മപരിശോധന നടത്താനും അത് നിർബന്ധിതരാക്കി. നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ ശക്തിയും ഐക്യവും ദൃഢനിശ്ചയവും നാം നേരിൽ കണ്ടു. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതല്ലവൻ, പിന്നെ ആരാവൻ? വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റ സംഘർഷങ്ങളുടെ ഹൃദയഭേദകമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. അതെന്റെ ഉള്ളിൽ എന്തോ മാറ്റം വരുത്തി. എന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ഒരു കാര്യം മാത്രമായിരുന്നു: ദയവായി പരിക്കേൽക്കരുത്, ദയവായി സുരക്ഷിതരായിരിക്കൂ. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോവുക. ഒരു ലക്ഷ്യവും ജീവൻ നഷ്ടപ്പെടുത്താൻ തക്ക വിലയുള്ളതല്ല. ഓ, എന്തൊരു കരുതലാണെന്ന് നോക്കിയാൽ നമ്മുടെ പേളി ചേച്ചിക്ക്. നന്നായി മോട്ടിവേഷൻ കൊടുക്കുന്ന പേളി. ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടുള്ള ഇതൊന്നും അല്ലാത്ത മറ്റൊരു പേളിമാണി ഉണ്ടോ? സമരം ചെയ്യുന്ന കുട്ടികളെ നോക്കി പേളി ചേച്ചി പറയാണ്, നിങ്ങളുടെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടു മക്കളെ, നിങ്ങൾക്ക് പരിക്കേറ്റതൊക്കെ നമ്മൾ കണ്ടു, നിങ്ങളുടെ ഐക്യം കണ്ടു, നിങ്ങളുടെ നിശ്ചയദാർഢ്യം കണ്ടു, എല്ലാം നമ്മൾ കണ്ടു. എന്തിനാ മക്കളെ വെറുതെ അടി കൊള്ളാൻ നിൽക്കുന്നത്? നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോയിക്കൂടെ? വെറുതെ അടിയും കൊണ്ട് അവിടെ കെടുക്കണോ എന്നുള്ള രീതിയിലാണ് പേളിമാണി സംസാരിച്ചു വെക്കുന്നത്. പിന്നെ അവിടെ നടന്ന ഒറ്റപ്പെട്ട സംഭവം അതിൽ താനെന്നെ കുറ്റപ്പെടുത്തുകയാണ് അല്ലേ? സംഭവത്തെ എത്ര നിസ്സാരവൽക്കരിക്കുകയാണെന്ന് നോക്കിക്കേ. പേളിമാണിയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഇമ്മാതിരി പോസ്റ്റ് ആയിട്ട് പേളിമാണി ഇറങ്ങും എന്ന് പറഞ്ഞ എനിക്ക് സ്റ്റാറ്റസ് നോക്കണ്ടേ. പേളിമാണിയുടെ മകൾ എന്താക്കി ഒരു NIT എക്സാം എഴുതി, അതിൽ മകൾക്ക് സീറ്റ് കിട്ടുന്നു മകൾ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അവസരത്തിൽ ആ എക്സാം റീകണ്ടക്ട് ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥ പേളിമാണിക്ക് വരാണെങ്കിൽ പേളിമാണി മധുര വർത്താനം പറയും. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതൽ. ഒരുപാട് കുട്ടികൾ ഭാവി തലമുറക്ക് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണിത്. അതിനുവേണ്ടി അവർ ഊരും ഉയരും കൊടുത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പേളിച്ചേച്ചി പറയുന്നത് എന്താണ്? ഒക്കെ നിർത്തി വീട്ടിൽ പോയിക്കോളാൻ. ഇത് സിനിമയല്ല, പച്ചയായ ജീവിതമാണ്. ഓരോ വിദ്യാർത്ഥിയും ആരുടെയോ മകനോ മകളോ ആണ്, ആരുടെയോ സ്വപ്നമാണ്, ആരുടെയോ മുഴുവൻ ലോകമാണ്. ആണില്ലേ? എന്നാ കേട്ട പേളിമാണി. അതേപോലെ ഒരു അച്ഛന്റെ സ്വപ്നമായിരുന്ന 20ഓളം മക്കളാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ സമരങ്ങളൊക്കെ അരങ്ങേറുന്നത്, ഈ സമരങ്ങളൊക്കെ നടത്തുന്നത്. അതിനെ കുറിച്ച് പേളിക്കൊന്നും പറയാനില്ലേ? അല്ല, പറയുമ്പോ നമ്മളെല്ലാം പറയണല്ലോ. അത് പിന്നെ ഭാഗ്യം പേളിമാണി 1947 ഒന്നും ജീവിക്കാതിരുന്നത്. അല്ല, അന്ന് വേണമെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുമ്പോ പേളിമാണി പറയുമായിരിക്കും, വേഗം എല്ലാവരും പിരിഞ്ഞു പോയിക്കോളും, നമുക്ക് എന്ത് പരിപാടി ഒന്നും വേണ്ട, സമരം ഒന്നും വേണ്ട, ബ്രിട്ടീഷുകാരെന്താന്ന് വെച്ചാൽ ഭരിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? മനതാരിലെ